അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹബീബ് ഉസ്താദ് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് സർപ്രൈസായി വന്നപ്പോൾ ഐഷു ഒന്ന് ഞെട്ടി. ഉസ്താദേ. എന്താടി? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഒരാളുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അല്ല, എന്നാലും ഇപ്പോഴല്ലേ വിളിച്ചു വെച്ചത്? വിളിച്ചു വെച്ചിട്ടില്ലായിരുന്നല്ലോ, ഞാൻ വരുമ്പോഴായിരുന്നു സംസാരിച്ചിരുന്നത്. ഓ അങ്ങനെ. ആയിക്കോട്ടെ. അല്ലാ റബ്ബേ, എന്നും ഈ സ്നേഹം നിലനിർത്തി തരണേ അല്ലാ. ഐഷു അതായിരുന്നു മനസ്സിൽ വിചാരിച്ചിരുന്നത്. അത് സ്നേഹിച്ച് സ്നേഹിച്ച് പലരും പല രീതിയിലും പിന്നീട് സ്നേഹം നഷ്ടപ്പെടുമ്പോൾ റബ്ബേ അത് സഹിക്കാൻ കഴിയില്ല. പഠിച്ചോനെ, എന്താടി ആലോചിക്കണത്? അല്ലിക്ക, ഞാൻ ആലോചിക്കായിരുന്നേ, അതായത് ഈ സ്നേഹം എന്നും നിലനിർത്തി തരണേന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തന്നാലല്ലേ. അതെന്താ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലേ നമ്മൾ ഭാര്യയെയും ഭർത്താവിനെയും പരിഗണിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറയണം. അവരുടെ ഇടയിൽ രഹസ്യങ്ങളുണ്ടാവാൻ പാടില്ല. അവർ ഒരേ മനസ്സായിരിക്കണം. ഒരേ മനസ്സ്, ഒരേ ചിന്തകൾ, കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ റാഹത്തായിരിക്കും ആ ദാമ്പത്യ ജീവിതം. അതല്ല, അതിനിടയ്ക്കിൽ ഭർത്താവ് അറിയാത്ത പല രഹസ്യങ്ങൾ, ഭാര്യ അറിയാത്ത പല രഹസ്യങ്ങൾ ഭർത്താവിനുണ്ടാകും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കുടുംബജീവിതം താറുമാറാകുന്നത്. നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതുമാത്രമല്ല, പിന്നീട് വീട്ടുകാർ വിട്ടുവീഴ്ച എന്നുള്ള സംഭവം നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമാണ്. എന്തൊക്കെ തന്നെ ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്, വിട്ടുവീഴ്ച ചെയ്യുക, ക്ഷമിക്കുക. ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നല്ലേ. ക്ഷമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുടുംബജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉമ്മ അത് പറഞ്ഞു, അതേ ഇങ്ങൾ ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി ഭർത്താക്കന്മാരോട് പരാതി പറയുന്ന ഭാര്യമാർ. ഒരു ദിവസം ഭർത്താവ് പറയുന്നു, അതെ നിനക്കിവിടെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിനക്ക് പോകാം. അങ്ങനെ ഒരു ടീം പറയുകയാണെങ്കിൽ മറ്റൊരു ടീം പറയും നമുക്ക് വേറെ താമസിക്കാം. ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ നിനക്ക് പ്രയാസമാണെങ്കിൽ നമുക്ക് വേറെ പോകാം. എന്നാൽ ആ മകനും ഭാര്യയും ഇറങ്ങിപ്പോകുമ്പോൾ ആ ഉമ്മയുടെ ഹൃദയം വേദനിക്കും. അങ്ങനെ എത്ര കുടുംബബന്ധം നമ്മൾ ചേർക്കണം. കഴിയുന്നതും നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം. എങ്കിൽ നല്ല വിജയം ഉണ്ടാകും. ഒരാൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു കാട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ പകരം ഒരിക്കലും ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവരോട് പോയി മിണ്ടുക, അവരോട് സലാം പറയുക, അവരോട് നല്ല രീതി. അവർക്കാണ് പ്രതിഫലമുള്ളത്. അല്ലാതെ ഞാനാണ് കൂടുതൽ പൈസക്കാരൻ, അല്ലെങ്കിൽ ഞാനാണ് മൂത്തത്, ഓൻ എന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കാൻ പാടില്ല. ചെറിയവരാണെങ്കിലും മൂത്തവരാണെങ്കിലും നമ്മൾ ആരാണ് ആദ്യം മിണ്ടുന്നത് അവർക്കായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം ലഭിക്കുക ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് ഈ ഒരു രാത്രിയിൽ ഈ ഒരു ചെറിയൊരു കഥ പറഞ്ഞതിനെക്കുറിച്ച് എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇക്ക, നിങ്ങൾ പറഞ്ഞ നല്ല കാര്യം തന്നെയല്ലേ. നമ്മൾ അറിയാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആയിക്കോട്ടെ എൻ്റെ ഐഷു, ഞാൻ പറയുന്നതെല്ലാം സ്വീകരിക്കുന്നുണ്ടല്ലേ. പാവൻ്റെ പെണ്ണ്. ഇക്ക പിന്നെന്താ, ഭർത്താവ് എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തിയല്ലേ. പിന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് അവളുടെ ഭർത്താവിനോടായിരിക്കുന്നു. അത്രയും കടപ്പാടുണ്ട്. കൊച്ചു കള്ളി ഒക്കെ അറിയാലേ. അതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ ഉസ്താദുമാരൊക്കെ. ആയിക്കോട്ടെ. എന്താറുണ്ട് പെണ്ണേ, നിന്നെ കാണാൻ എനിക്കിരിക്കാം, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തേക്കാ, നമുക്ക് നമ്മൾ പുതിയ വീട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ? ഉമ്മാൻ്റെ അടുത്തേക്കോ? അല്ല, അതെ പെണ്ണേ, ഞാൻ വിചാരിച്ചു ഞാൻ ആഷിൻ്റെയും കൂടെ നല്ലൊരു കല്യാണം കഴിച്ച് നിന്നെ കൊണ്ടുപോവാന്നേ. പക്ഷെ ഇതിപ്പോൾ എന്തായി? അതിനു മുമ്പേ പ്രഗ്നൻ്റ് ആയി, നിക്കാഹ് കഴിഞ്ഞ് ഉടനെ തന്നെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ, പോവാം. എന്നാൽ അത് കേട്ടപ്പോൾ അവളുടെ മനസ്സൊന്ന് വേദനിച്ചു. റബ്ബേ, അല്ല അതിപ്പോൾ എന്നും ഞാൻ ഒളിച്ചും പാത്തും നട്ടപ്പാതിരായൊക്കെ വന്ന് കയറുമ്പോൾ നിനക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇക്ക, അങ്ങനെയൊന്നുമില്ല, നിങ്ങളെപ്പോൾ വന്നാലും ഞങ്ങൾ സ്വീകരിക്കാറുണ്ടല്ലോ. അതല്ല പെണ്ണേ, അതിപ്പോൾ നിങ്ങളെ വീട്ടുകാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ അവിടെ ഫുഡ് കഴിക്കാതെ ഇരിക്കാറില്ല. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടും, ഫുഡ് കഴിച്ചതിന് ശേഷം വരും. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, എന്നും ബുദ്ധിമുട്ടാക്കണ്ടേ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. അല്ല, അപ്പോൾ ആഷിക്കയുടെ നിക്കാഹ്? ആഷിക്കയുടെ നിക്കാഹ് നടക്കും. എന്താ, അല്ലെങ്കിലും നിന്നെ കൊണ്ടുപോകാൻ വെച്ചതന്നല്ലേ. എൻ്റെ ഇക്ക ആലോചിച്ചിട്ട്. എന്താ പെണ്ണേ, നിനക്ക് ഇഷ്ടമല്ലേ? ഇവിടെ തന്നെ നിന്നാൽ മതിയോ? വീട്ടുപുതിയാപ്പിളായിട്ട് അങ്ങനെ വന്നാൽ മതിയോ? അങ്ങനെയല്ല, എന്നാലും
പഠനം കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ജോലിയൊക്കെ ഇവിടെ നിന്ന് എനിക്ക് എണീറ്റ് കുളിച്ച് മാറ്റി പോയാൽ മതി. പക്ഷെ അവിടെ നിന്നാകുമ്പോൾ ജോലിയൊന്നും ചെയ്യാതെ മറ്റൊരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവരെന്തേലും വിചാരിക്കൂലേ? ആരും ഒന്നും വിചാരിക്കൂല. എൻ്റെ ഉമ്മ അത്തരക്കാരിയല്ല മോളെ. എൻ്റെ ഉമ്മ എന്ന് വെച്ചാലേ നിന്നെ എൻ്റെ പെങ്ങളെ പോലെ തന്നെ നിന്നെയും കരുതുന്നത്. അവർ പുറത്തൊക്കെ ജോലിക്ക് പോകുന്നതും പഠിക്കാൻ പോണേയും കുട്ടികളൊന്നും എൻ്റെ ഉമ്മ ബുദ്ധിമുട്ടിക്കൂല എൻ്റെ പെണ്ണെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താലേ ജോലിക്ക് പോകാൻ നിർത്താനായില്ലേ? പഠനം അതങ്ങ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഇൻഷാ അല്ലാ ഒക്കെ ഏകദേശം സെറ്റ് ആവുമല്ലോ. ഇക്ക എനിക്ക് പേടിയാണ്. എന്തിനു പേടിയാണ്? ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. തവക്കൽത്ത് വലല്ല, അള്ളാഹു ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ആയിക്കോട്ടെ. ഐഷു, പിന്നെ നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. അങ്ങനെ അതാ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ വേണ്ടി പിറ്റേന്ന് ഒരുങ്ങുകയാണ്. ഉമ്മ പറഞ്ഞു, മോളെ നിങ്ങൾ രണ്ടുപേരും തന്നെ പോയാൽ പോരെ, ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലുമ്മ, നിങ്ങൾ കൂടെ പോന്നാലേ. അതെ, ഹബീബ് ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ പറഞ്ഞു, എന്നായിക്കോട്ടെ, ഞാൻ പോരാ. അങ്ങനെതാ അവർ 3 പേരും കുറച്ച് രാവിലെ തന്നെ പോവുകയാണ്. അപ്പോഴേക്കും അവിടെ ടോക്കണൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഐഷുവും ഹബീബ് ഉസ്താദും അവിടെ ഇരിക്കുമ്പോൾ അതാ പേര് വിളിക്കുന്നു. അങ്ങനെയതാ ഉമ്മയും ഐഷുവും ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട്, എന്തൊക്കെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഇല്ല. അല്ല, മോളുടെ ഭർത്താവ് എവിടെ? ഭർത്താവിനെ വിളിക്കേ. എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേ ഭർത്താവിനെ കൊണ്ടുവരണം കേട്ടോ മോളെ. എങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാനും ചോദിക്കാനൊക്കെ പറ്റുള്ളൂ. ഉമ്മ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, ഉമ്മ വേണമല്ലോ, പക്ഷെ കൂടെ ഭർത്താവും വേണം. ആയിഷയുടെ കൂടെ പെട്ടെന്ന് അത് ഹബീബ് ഉസ്താദ് എഴുന്നേറ്റു. ഒന്നിങ്ങ് വരൂട്ടെ, ഡോക്ടർ വിളിക്കുന്നു. എന്നാൽ ഡോക്ടറുടെ അടുത്തേക്ക് അത് ഹബീബ് ഉസ്താദ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, അല്ല, എന്താ ഭർത്താവ് പുറത്ത് നിന്നത്? എന്താ ഹബീബ് പുറത്തെന്താ നിന്നത്? ശരിക്കും ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ, പിന്നെ എപ്പോഴും കൂടെ വേണം കേട്ടോ. ഇവിടെയുള്ള ആളെന്നല്ലേ? നാട്ടിൽ തന്നെയല്ലേ? ഗൾഫിലൊന്നല്ലല്ലോ? അല്ല, ഇവിടെ തന്നെ. അങ്ങനെ ആകുമ്പോഴേ എപ്പോഴും പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് കഴിയുന്ന ഭർത്താക്കന്മാർ കൂടെ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ വരുമ്പോൾ കേട്ടോ. ഓക്കെ. എന്താ ഡോക്ടറെ, എന്തെങ്കിലും കുഴപ്പം വല്ലതും? അതൊന്നുമില്ല, ഇത് തുടക്കല്ലേ, ഒന്നല്ലേ ഉള്ളൂ. ഒരു 4 മാസമൊക്കെ ആയിട്ട് നമുക്ക് സ്കാനിങ് നോക്കിയാൽ മതി. ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് ഓക്കെ ഉറപ്പ് വരുത്തുന്ന മാത്രം. പിന്നെ എപ്പോഴും പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, ടെൻഷൻ കൊടുക്കാതിരിക്കുക. ഭർത്താവ്, ഉമ്മ ഒക്കെ ഉള്ള കുടുംബമല്ലേ, അതുകൊണ്ട് തന്നെ ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ അല്ലേ. വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അതൊക്കെ തന്നെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അതിപ്പോൾ ഒരുപാട് മെഡിസിനും കാര്യങ്ങളും എഴുതണമെന്ന് അത് എനിക്ക് താല്പര്യമില്ല. ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാലും മതി കേട്ടോ. നന്നായിട്ട് ഫുഡ് കഴിക്കുക, വൈറ്റമിൻസ് അടങ്ങിയതൊക്കെ കഴിക്കുക. ഒരുപാട് ചോറൊന്നും വലിച്ചു വാരി കഴിക്കണ്ട. അതിന് പകരമായിട്ട് നല്ല ഫ്രൂട്ട്സ്, നട്ട്സ്, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ഇതൊക്കെ കഴിച്ചാൽ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ മിനറൽസും അതിൽ നിന്ന് കിട്ടും. ഒരുപാട് ചോറ്, റൈസ് അത് കഴിക്കരുത്, അല്പം എടുത്ത് കഴിക്കുക, അതിലേക്ക് കൂടുതൽ വെജിറ്റബിൾ ചേർക്കുക, അങ്ങനെയൊക്കെ. പിന്നെ രക്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം കഴിച്ചോളൂ കേട്ടോ. അത് ചില പേഷ്യൻറ്റിന് ഞാൻ പറയാറുണ്ട്, ചിലർക്ക് അത് വേണ്ട, പക്ഷേ ഇവൾക്ക് ഈത്തപ്പഴം കഴിക്കാം, കുഴപ്പമില്ല. അച്ചാറ്, പപ്പടം, ഉണക്കമീൻ അതൊക്കെ ഒഴിവാക്കുക, അതൊക്കെ പ്രഷർ കൂടാനൊക്കെ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ഇതൊക്കെ പറയാനുള്ളത്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ച് അടഞ്ഞ് കിടക്കുക, അതൊന്നും എനിക്ക് താല്പര്യമില്ല. ശരീരം എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം. ഓക്കെ. മോളെന്താ ചെയ്യുന്നത്? പഠിക്കുകയാണ്. ഓക്കെ, പഠിക്കാൻ പോയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം വീട്ടിലിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇങ്ങനെ ഒരു ഇത് വരിക. പഠിക്കാൻ പോകുമ്പോഴേ ഫ്രണ്ട്സുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടപഴകുമ്പോഴൊക്കെ കൂടുതലായിട്ട് ഹാപ്പിനെസ് ഉണ്ടാകും. ഓക്കെ, എന്നാൽ ശരി, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ അത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നു. എന്നാൽ ഈ സമയം ഹബീബ് ഉസ്താദ് ചോദിച്ചു, ഉമ്മ, ആഷിക്ക് വിളിച്ചോ? ഇല്ല മോനെ, വിളിച്ചിട്ടില്ല. അവനെന്ത് എക്സാമോ എന്തോ ആയിട്ട് ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ വിളിച്ചിട്ടില്ല. എന്നാ ഉമ്മ ഒന്ന് വിളിച്ചു നോക്കില്ലേ? അങ്ങനെ അതാ അവർ വീട്ടിലെത്തിയപ്പോൾ അതാ വിളിക്കുന്നു ആഷി ഉമ്മയുടെ ഫോണിലേക്ക്. ഉമ്മ, മോനെ,
എവിടെ എൻ്റെ കുട്ടി? എൻ്റെ പൊന്നുമോനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഉമ്മ എക്സാം തിരക്ക് കാര്യങ്ങളൊക്കെ ആയപ്പോഴേ പിന്നെ എനിക്ക് റീചാർജ് ചെയ്യേണ്ട ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലുമ്മ, പൊന്നാര മോനെ പെണ്ണ് കണ്ട് വന്നതിന് ശേഷം എന്നോട് ശരിക്കും സംസാരിക്കാൻ കൂടിയിട്ടില്ല. ഉമ്മ, അത് അതേ മോനെ, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യ മോളെ. സത്യം പറഞ്ഞാൽ പെണ്ണ് കണ്ട് വന്നപ്പോഴേ നമ്മളെ വീടിൻ്റെ ഡിക്കി നിറയെ സാധനങ്ങളായിരുന്നു. എന്തോ ഉമ്മ? അതെ, ഓല വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളായിട്ടും പഴങ്ങളായിട്ടും എല്ലാം അങ്ങോട്ട് വാരി വലിച്ചിട്ടിരുന്നു ഓര്. ഉമ്മ, പൊന്നാര മോനെ, എനിക്കതൊന്നല്ല ടെൻഷന്. എന്തോ ഉമ്മ? അതെ, അവർ വലിയ പണക്കാരും വലിയ തറവാട്ടുകാരും വലിയ സ്വത്തുള്ളവരുമാണ്. പൊന്നു മോനെ, നമുക്ക് ഈ വീടും ഈ മുറ്റേ ഉള്ളൂ. അതിനപ്പുറത്തേക്കായിട്ട് നമുക്കൊന്നുമില്ല. അല്ല, നമ്മൾ ഈ വീട്ടിലേക്കൊക്കെ ആ കുട്ടി വന്ന് കയറാനേ. ഉമ്മ, അവരുടെ ഇഷ്ടത്തിന് തന്നെയല്ലേ ഉമ്മ. നമ്മളായിട്ട് ഒന്നും. ശരിയാണ് മോനെ, അതൊക്കെ തന്നെയാണ്. എന്നാൽ എനിക്ക് തോന്നുക നമ്മളെ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് മതിയാവുമെന്ന്. ഉമ്മ, അതൊന്നും കുഴപ്പമില്ല ഉമ്മ. നമ്മുടെ നല്ല രീതിയിൽ സ്നേഹിച്ചാൽ മതി അവർ. അത് തന്നെയല്ലേ ഏറ്റവും വലുത്. ഒരുപാട് സ്വത്തും സമ്പാദ്യം എന്നതിലപ്പുറം മനസ്സിലെ സ്നേഹമില്ലുമ്മ വലുത്. മോനെ, അതൊക്കെ ശരി തന്നെയാണ്. അല്ലാ, ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ. എന്നാൽ ആ ഉമ്മാക്ക് ഹാദിയെ ഒന്നുകൂടി കാണണമെന്ന് തോന്നുകയാണ്. അത് എന്തെന്നറിയില്ല, എനിക്കൊരു പൊന്നുമോളെ കൂടി അള്ളാഹു നൽകുന്ന പോലെയാണ്. എൻ്റെ പൊന്നുമോൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. പക്ഷേ വീൽ ചെയറിലിരിക്കുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദുഃഖമുണ്ടെങ്കിലും അള്ളാഹു അതിനുള്ള പ്രതിഫലം എൻ്റെ കുട്ടിക്ക് നൽകും എന്നുള്ള രീതിയിലായിരുന്നു. അതെ, അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള കുട്ടികളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് നല്ല പ്രതിഫലം എൻ്റെ കുട്ടിക്ക് കിട്ടുമല്ലോ. ദുനിയാവ് നിറച്ച കുറച്ച് കാലത്തെ ജീവിതമല്ലേ. ആഖിറാണല്ലോ വിശാലമായത്. ദുനിയാവിലെ ഒത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ആഖിറത്തിൽ നല്ല ജീവിതം ലഭിക്കുമല്ലോ. ആ ഒരു സന്തോഷമായിരുന്നു ആ ഉമ്മയുടെ മനസ്സിൽ. മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തും ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. ആഷി ഉസ്താദ് ഉമ്മയോട് സലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ സഫീർ തൊട്ടരികിൽ. ആഷി, എന്തായി? എന്താവാൻ, അവർ പെണ്ണ് കണ്ടുവന്നു. ഇഷ്ടായോ? ഇഷ്ടാവാതിരിക്കോ? അതെ, ഹാദിയ, എൻ്റെ മൂത്തശ്ശിയായിരുന്ന ഹാദിയ നല്ല പെൺകുട്ടിയായിരുന്നു. എന്ത് ചെയ്യാം, എൻ്റെ ജ്യേഷ്ഠൻ അത്രക്കും മോശക്കാരനായതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു തന്നെ പറയാം. അല്ലെങ്കിൽ നിരകിപ്പിക്കും, പീഡിപ്പിക്കും. അത്തരമൊരു മൈൻഡാണ്. ശരിക്കും ഒരു കില്ലർ എന്ന് വേണമെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ പറയാം. ഹാദിയ രക്ഷപ്പെട്ടതും വലിയൊരു ഭാഗ്യം. ആഷി ഉസ്താദിന് നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിഞ്ഞതിലും അത് വലിയൊരു ഭാഗ്യം തന്നെയായിരിക്കും. എന്നാൽ പഠിച്ചോനെ റഹ്മാനെ, എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു റഹ്മാനെ, ആ പെൺകുട്ടിക്ക് നീ സമാധാനവും സന്തോഷവും നൽകു റഹ്മാനെ. എൻ്റെ ജ്യേഷ്ഠൻ ചെയ്ത അപരാധങ്ങൾ, അക്രമങ്ങൾ, അള്ളാഹുവേ, ഞാൻ അതിനു വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആ പെൺകുട്ടിക്ക് നീ ക്ഷമ കൊടുക്ക് റഹ്മാനെ. തൻ്റെ ജ്യേഷ്ഠൻ്റെ ക്രൂരമായ ആ സ്വഭാവത്തിൽ ശരിക്കും സഫീറിന് തന്നെ മടുത്തിരുന്നു. അത്രക്കും മോശമായ സ്വഭാവം. എന്നാൽ ഈ സമയം ആഷി അതാ സഫീറിനോട് പറയുന്നു, അല്ല സഫീർ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താഗ്രഹം? അതായത് എൻ്റെ നിക്കാഹ് ഏതായാലും കഴിയുന്ന കൂട്ടത്തിൽ എൻ്റെ സഫീറിൻ്റെയും വക്കീലിൻ്റെയും. ഒരു നിമിഷം അത് അവൻ ഞെട്ടി. എന്താ ആഷി പറയുന്നത്? ആഷി ഇവിടെ ഉള്ളപ്പോഴും ഞാൻ നിക്കാഹ് കഴിക്കുന്നത് ശരിയല്ല. എൻ്റെ ആഷി നിക്കാഹ് കഴിച്ച് നല്ലൊരു ജീവിതം തുടങ്ങട്ടെ, എന്നിട്ട് നിങ്ങളുടെ പിന്നിലായിട്ട് ഞാൻ വരും. അല്ല, പിന്നെ വക്കീൽ, അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാ നമുക്കൊന്ന് സംസാരിക്കണം. അവരുടെ ഉപ്പ പിന്നെ വിളിച്ചിട്ടില്ല. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം വാടി. ഒരു പക്ഷേ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമോ? എൻ്റെ വീട്ടിലെ അവസ്ഥകൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? എൻ്റെ ജ്യേഷ്ഠൻ്റെ ആ ദുസ്വഭാവം അറിഞ്ഞിട്ടുണ്ടാവുമോ? ഉമ്മയുടെ ആ കാര്യം അറിഞ്ഞിട്ടായിരിക്കുമോ? അവനാകെ ടെൻഷനായി. എന്നാൽ ഈ സമയം ആഷി പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, ഉമ്മയോടൊന്ന് വിളിച്ച് സംസാരിക്കുക കേട്ടോ. നിക്കാഹിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്. എന്തായാലും ആദ്യം ചിലപ്പോൾ എതിർത്താലും ഒരുപക്ഷെ പിന്നീട് അങ്ങോട്ട് റെഡി ആയിക്കോളും. അല്ലാ, എൻ്റെ ഉമ്മാനോടോ? അതേടാ, ഉമ്മാനോട് തന്നെ പറയേണ്ടത്. എന്താ, പറയാൻ പറ്റൂലേ? എന്നാൽ അപ്പോൾ തന്നെ അതാ ആഷി പറയുന്നു, ഉമ്മാക്ക് വിളിച്ച് എന്തെല്ലാം എന്നെ പറ്റുമെന്നല്ലേ. പ്രസവിച്ച ഉമ്മയൊക്കെ തന്നെയാണ്. പക്ഷേ എന്താ ചെയ്യുക,
സ്വഭാവം അതങ്ങനെ ആയിപ്പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ, അത് ഓരോരുത്തർക്കും ഓരോ ഭാഗ്യമായിരിക്കും. നിന്നെയൊക്കെ ആഷി എത്രമാത്രം ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേടാ, ഉമ്മ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്, മാഷാ അല്ലാ. പക്ഷേ എൻ്റെ ഉമ്മ അങ്ങനെയല്ല. എൻ്റെ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും. ഉമ്മക്കത് ഇഷ്ടമല്ല. എന്തായാലും വേണ്ടിയില്ല. സഫീർ, ഇന്ന് ഉമ്മയോട് വിളിച്ച് സംസാരിക്കണം. നിക്കാഹിൻ്റെ കാര്യം പറയണം. എൻ്റെ ഫ്രണ്ട് ആഷിയുടെ നിക്കാഹുണ്ട്, ആ കൂട്ടത്തിൽ എൻ്റെയും എന്ന് നീ ഒന്ന് പറഞ്ഞു നോക്ക്. അല്ലാ പഠിച്ചോനെ, എന്നാ പിന്നെ എൻ്റെ അന്ത്യമായിരിക്കും. എന്താണ് അങ്ങനെ പേടിക്കുന്നത്? കാര്യം ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്താ? അവർ എതിർക്കണമെങ്കിൽ എതിർക്കട്ടെ, എങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാലോ. എങ്കിൽ സഫീർ ഭയന്നു. അവനക്ക് ഭയമായിരുന്നു. ഇല്ലടാ, അതൊന്നും നടക്കൂല. കാരണം എനിക്ക് അത് പേടിയാണ്. എന്താൽ നിൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ സ്വഭാവം വേറെയാണ്. പക്ഷേ എൻ്റെ ഉമ്മ അത്തരക്കാരിയല്ല. പല സമയത്തും പല സ്വഭാവമായിരിക്കും. അല്ലെങ്കിലും കൂടുതലായിട്ട് എന്തൊക്കെ തന്നെ ചെയ്താലും ജസീറിൻ്റെ ഭാഗത്തായിരിക്കും ഉമ്മ നിൽക്കുക. എന്തിന്, എൻ്റെ വീട്ടിലെ വല്യമ്മയെ വരെ ആ ഉമ്മ ചീത്ത പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനും വിഷമവും വേദനയും പ്രയാസമൊക്കെ. ഒന്നും സാറില്ല, നീ എന്തായാലും കാര്യങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്. എന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നിൽക്കാതെ കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ. ആദ്യം നമ്മളൊന്ന് പറഞ്ഞിടുക. എന്നാലും എൻ്റെ മോന് പറഞ്ഞില്ലല്ലോ, മിണ്ടിയില്ലല്ലോ എന്നുള്ളൊരു വാക്ക് വരരുത്. ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സമ്മതം ചോദിച്ചതാണല്ലോ എന്നുള്ള ആ ഒരു വാക്കുകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ വരും. എന്താ പറ്റില്ലേ? പറ്റാനിട്ടല്ല ആഷി, എനിക്ക് പേടിയാണ് ഉമ്മയോട് നിക്കാഹിൻ്റെ കാര്യം പറയാൻ. എന്നാലും പറഞ്ഞിട്ട് നോക്ക്. അല്ല ആഷി, ഇതിപ്പോൾ റിസ്വാന വക്കീലിന് എന്നെ ഇഷ്ടപ്പെടുമോ? അല്ല, നീ കേട്ടതല്ലേ ആ വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ. പിന്നെന്താ, അങ്ങനെയല്ലേ, പെണ്ണുങ്ങളുടെ മനസ്സല്ലേ, എപ്പോഴാ മാറുക പറയാൻ പറ്റില്ല. വാക്ക് പാലിക്കാത്തവളല്ല റിസ്വാന വക്കീൽ. അവർ എല്ലാം കൊണ്ടും അതെ അള്ളാഹുവിന് ഭയമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ അവൾ പ്രവർത്തിക്കുള്ളൂ. ആഷി ഉസ്താദ് സമാധാനിപ്പിച്ചു. എന്നാൽ മനമില്ലാ മനസ്സോടുകൂടെ അത് ആഷിയുടെ നിർബന്ധത്തിന് വഴങ്ങി സഫീർ ഉമ്മയെ വിളിക്കുകയാണ്. അതെ, ആഷി ഉസ്താദിൻ്റെ നിക്കാഹിൻ്റെ കാര്യം പറയണം ആദ്യം, എന്നിട്ട് എൻ്റെയും. അവൻ വിറച്ചുകൊണ്ട് ഫോൺ എടുത്തു. നീ ഭയപ്പെടാതെ ചെല്ലേ, നീ സംസാരിക്കേ, നിൻ്റെ ഉമ്മയോടല്ലേ, നിനക്കെന്ത് ഇത്ര ഭയം? അതല്ല, നിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ ഓക്കെ ആയിരിക്കും. പക്ഷേ നിൻ്റെ കാര്യം മാത്രമല്ലല്ലോ ഇതിൽ പറയാനുള്ളത്, എൻ്റെത് കൂടെ ഉണ്ടല്ലോ. നീ ധൈര്യമായി വിളിക്കടാ. സഫീറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആഷി അതാ കൂടെ നിൽക്കുന്നു. അങ്ങനെ അതാ സഫീർ ഉമ്മാക്ക് വിളിക്കുകയാണ്. ഉമ്മയ്ക്ക് വിളിക്കുമ്പോൾ ഉമ്മയുടെ മനസ്സ് മാറിയിട്ടുണ്ടാവുമോ? ആഷി ഉസ്താദിന് നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മാക്ക് സന്തോഷമായിരിക്കും. പക്ഷേ പിന്നീട് എൻ്റേത് പറയുമ്പോൾ റബ്ബേ എന്തായിരിക്കും അവസ്ഥ എന്നതോർത്ത് അവൻ വിറങ്ങലിച്ചു. എന്നാൽ അവൻ അതാ ഉമ്മാക്ക് വിളിക്കുന്നു. ഹലോ. ആ ഉമ്മ, സഫീറാണ്. എന്താ വിളിച്ചത്? അല്ലുമ്മ സുഖല്ലേ? ഓ, സുഖവിവരം അന്വേഷിക്കാൻ പറ്റിയൊരാളും ഇട്ടെറിഞ്ഞ് പോയിട്ട്. ഉമ്മ വേണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട. ഉമ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. പ്രധാനപ്പെട്ടതോ? എനിക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ? ആ ഉമ്മ ഉണ്ട്. അത് ആഷി ഉസ്താദ് ആ കൂടെയുള്ള അവനായിരിക്കും. അദ്ദേഹത്തിന് നിക്കാഹുണ്ട് ഇൻഷാ അല്ലാ. ഓ, അതിനിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ നിക്കാഹിന് വരണോ? അങ്ങനെയല്ല ഉമ്മ, എനിക്ക് ഈ ഇങ്ങനെ മിണുങ്ങിക്കളിക്കാത്ത കാര്യം എന്താ വെച്ചാൽ പറയ്, വേഗം പറയ്, എനിക്ക് സമയമില്ല എൻ്റെ ഫോണും കേട്ടുകൊണ്ടിരിക്കാൻ. ആരോ ഉമ്മ? ജസീർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കടന്നു വന്നു. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ഹലോ. ഒരു നിമിഷം സഫീർ വിറച്ചു പോയി. ഹലോ, എന്താണ് മിണ്ടാത്തത്? നല്ല ആൾ തന്നെയാണ്. നീ എവിടെ പോയി കിടക്കണമെങ്കിലും ഇവിടെ വരുത്താനും വരുതിയിലാക്കാനും ഒരു പണിയില്ല മോനെ. ഇക്ക അത് എന്തേ? ഞാനൊന്നും നീയൊന്നുമില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നീ ഒരു കല്ലുകടിയാണ്, എനിക്ക് മനസ്സിലായല്ലോ. അതെ, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അത് നീ നടത്തി തരണം. ഇക്ക എന്താ? ആ വക്കീലുണ്ടല്ലോ, റിസ്വാൻ എന്ന പേരുള്ള വക്കീൽ, അവളെ എനിക്ക് വേണ്ടി നീ പെണ്ണാലോചിച്ച് തരണം, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫോൺ ഉമ്മയുടെ കയ്യിൽ. ദാ നിങ്ങളെ മോൻ്റെ ഫോണ്. എന്നാൽ അത് കേട്ട അവൻ ഞെട്ടിപ്പിടഞ്ഞു. റബ്ബേ, അല്ലാ, പഠിച്ചോനെ, അപ്പം എൻ്റെ ജ്യേഷ്ഠൻ അവളെയും പാട്ടിലാക്കാൻ നോക്കുകയാണല്ലോ റഹ്മാനെ. ഒരു പെൺകുട്ടിയെയും
എൻ്റെ ജ്യേഷ്ഠൻ വെറുതെ വിടില്ലേ? അത് അവൻ എന്ത് പറയണമെന്നായിപ്പോയി. ഉമ്മയോട് എന്താടാ നീ ഒന്നും മിണ്ടാതെ മോങ്ങാണോ? അല്ല ഉമ്മ, ഞാൻ നിന്റെ കരച്ചിൽ കേൾക്കാനല്ലേ? എന്നാൽ പെട്ടെന്ന് ആഷി അത് കാണുന്നു. സഫീർ കരയുന്ന രംഗം അത് വല്ലാത്തതായിട്ട് തോന്നി. എന്നാൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യേ. അവൻ ഫോൺ നേരെ ആഷിയുടെ നേരെ നീട്ടി ഫോൺ കട്ട് ചെയ്തു. എന്താടാ പറഞ്ഞത്? ആഷി, എൻ്റെ ജ്യേഷ്ഠൻ പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, റിസ്വാന വക്കീലില്ലേ എനിക്ക് വേണ്ടി നീ പെണ്ണാലോചിച്ച് തരണമെന്ന്. ആഷി, ഞാൻ എന്താ ചെയ്യുക? ആരെങ്കിലും എന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആരെയും വിട്ടുകൊടുക്കില്ല. സ്നേഹമുള്ള മനസ്സുകളാണ് ഒന്നിക്കേണ്ടത്. ആരെന്തൊക്കെ പറഞ്ഞാലും നിന്നെയും റിസ്വാന വക്കീലിനെയും ഞാൻ ഒരുമിപ്പിക്കും. നോക്കിക്കോ, ഇൻഷാ അല്ലാ. പടച്ചോൻ്റെ വിധി മാത്രം മതി, വേറൊരാളുടെ സപ്പോർട്ടും ഇതിന് വേണ്ട. ആഷി ഉസ്താദ് പറഞ്ഞ് സമാധാനിച്ചപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട റിസ്വാന വക്കീലിനെ എന്തെങ്കിലും ജ്യേഷ്ഠൻ ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ കുരുത്തക്കേട് ഒപ്പിക്കുമോ എന്ന ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ. നീ ദുആ ചെയ്യടാ, പടച്ചോനല്ലേ വലുത്. അള്ളാഹുവിനേക്കാളും വലിയൊരു ശക്തിയില്ല. അതെ, വളരെയധികം പാവപ്പെട്ട ബദ്ർ യുദ്ധത്തിനെ കുറിച്ച് നമുക്കിവിടെ ആലോചിക്കാം. വെറും കുറഞ്ഞ ആളുകൾ മാത്രം മുസ്ലിമുകളുടെ ആ ഒരു പാർട്ടിയിൽ, എന്നാൽ ശത്രുക്കളാണെങ്കിൽ ഒരുപാട്. റബ്ബേ അല്ലാഹ്, ഞാൻ എന്ത് ചെയ്യും? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്നാൽ ആകാശത്ത് നിന്ന് മലക്കുകളെ ഇറക്കി അവരെ സഹായിക്കുകയായിരുന്നു. അങ്ങനൊരു സഹായം നിനക്കും കിട്ടും, നീ നോക്കിക്കോ ഇൻഷാ അല്ലാഹ്. ആഷി ഉസ്താദിൻ്റെ വാക്ക് അതിൽ വളരെയധികം സന്തോഷം തോന്നി നമ്മുടെ സഫീറിന്. സഫീർ ആഷിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയാതിരിക്കോ, ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ, ഒന്നുകൊണ്ടും ഭയക്കണ്ട ഇൻഷാ അല്ലാഹ്. ആഷിയുടെ നെഞ്ചിൽ കിടന്ന് സഫീർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ അള്ളാഹു എന്നെ രക്ഷിക്കുക, തീർച്ചയായും നിന്നെ രക്ഷിച്ചിരിക്കും. അള്ളാഹുവിലേക്ക് കടക്ക്. യാ അല്ലാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്നങ്ങ് പറ നീയെ. അല്ലാഹ്, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നീ എൻ്റെ എല്ലാം ഏറ്റെടുക്കണം അല്ലാ, എനിക്കൊന്നിനും കഴിവില്ല അല്ലാ. പടച്ചറബിനോട് കരഞ്ഞ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം അള്ളാഹു അതിൻ്റെ ഉത്തരം നൽകും. അതുറപ്പാണ് ഇൻഷാ അല്ലാ, തീർച്ചയായും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിസ്വാനയുടെയും നമ്മുടെ സഫീറിൻ്റെയും ഹാദിയുടെയും ആഷിഖിൻ്റെയും നിക്കാഹ് നടക്കണം വളരെയധികം സന്തോഷകരമായിട്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.